അഞ്ജു, എന്ത് പറ്റിയേട്ടാ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഏട്ടൻ കാര്യം പറയും. അവൾ ആ കുഞ്ഞിനെ കളയില്ല. അപ്പൊ അമ്മ പറഞ്ഞാലും ചെയ്യില്ലേ? ഇല്ല അഞ്ജു, അവൾ അമ്മ പറഞ്ഞാലും ചെയ്യില്ല. എനിക്ക് നാണക്കേടാണ് അഞ്ജു, ഇവൾ ഈ വെല്ലവന്റെ കുഞ്ഞിനെ താങ്ങിക്കൊണ്ട് കിടക്കണം. ഏട്ടാ, ആ കുഞ്ഞിനെ ഇവിടെ ആർക്കും വേണ്ട. അതപ്പോ ഏട്ടത്തി കളയാൻ തയ്യാറായില്ലേ? നമ്മളായിട്ടങ്ങ് കളയിച്ച പ്രശ്നം തീർന്നില്ലേ? നമ്മളായിട്ട് ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാ എങ്ങനെ? നമുക്ക് ആലോചിക്കാട്ടാ. എന്തായാലും ഏട്ടത്തിക്ക് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കോംപ്ലിക്കേഷൻ നമ്മളായിട്ടങ്ങ് കൂട്ടും, അത്രയേ ഉള്ളൂ. അഞ്ജു എൻ്റെ കൂടെ നിൽക്കോ? അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കും. തോൽപ്പിക്കണം അഞ്ജു, തോൽപ്പിക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ നമുക്ക് തോൽപ്പിക്കണം. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. ഏട്ടാ, അവരാ കുഞ്ഞിനെ പ്രസവിക്കില്ല. അത് ഞാൻ ഏട്ടന് തരുന്ന വാക്കാ. അവരിനി ഈ വീട്ടിൽ മനസ്സമാധാനം എന്തെന്ന് അറിയരുത്. നീ എന്തു വേണം ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട്. ഏട്ടത്തി, പ്രകാശ, എന്താ പ്രകാശ, നിനക്കെന്തൊരു വല്ലായിക പോലെ? കുഞ്ഞിൻ്റെ കാര്യം എന്തായി? കുഞ്ഞിൻ്റെ കാര്യം എന്താവാൻ? കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ബ്ലീഡിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ നിന്ന് വിട്ടത്? അമ്മയുടെ വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടോ നോക്കിയേ. അമ്മ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ അമ്മ പറയുന്നത് കേൾക്കുന്നത്? വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ട. അതവൾക്ക് പറ്റില്ല അമ്മ. എല്ലാവരുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ അവള് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞ അവൾക്ക് കേൾക്കാൻ വയ്യ, അമ്മ പറഞ്ഞ അവൾക്ക് അനുസരിക്കാനും വയ്യ. വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് വിചാരിച്ച അമ്മ ഒരിക്കലും അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. പിന്നെ പിള്ളേരെ അവളെ ചാക്കിലാക്കി വെച്ചോണ്ട് പിള്ളേരെ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. ഈ കുടുംബത്തെ വെല്ലുവിളിച്ച് ഈ കുഞ്ഞിനെ പ്രസവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് കൂടി വരും. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്റെ ഭർത്താവിന്റെ ഇവളുടെയും കൂടെ അമ്മയും കാണുന്നല്ലേ? നീയായിട്ടത് ചെയ്തില്ലെങ്കിൽ ഞാനായിട്ടത് ചെയ്യേണ്ടി വരും.